ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ അതേ ഞങ്ങൾ ചായയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇത്തിരി പുട്ടും കടലക്കറിയും ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത്. അപ്പം എന്താണ് രാവിലെ കടലക്കറി നമ്മൾ ഇന്നലെ തന്നെ കടലയെല്ലാം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ കേട്ടോ കടലക്കറി വെക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയും സവാളയും ഒക്കെ ഇട്ടിട്ട് പിന്നെ ഒരു കുഞ്ഞു പീസായിട്ട് കുറച്ച് തക്കാളിക്കായും കൂടി ഇടും കേട്ടോ. വീട്ടിലൊന്നും എനിക്ക് തോന്നുന്നു അമ്മയൊക്കെ തക്കാളി ഇടാതെ നമ്മുടെ വീട്ടിലൊക്കെ കറി വെക്കുന്നത്. പക്ഷെ ഞാൻ എന്തോ തക്കാളി ഇങ്ങനെയെങ്കിൽ തക്കാളി ചിലവായിക്കോളൂ എന്ന് ഓർക്കും. നമ്മളാകെപ്പാടെ ചിക്കന് അതുപോലെ തന്നെ എന്താ കടലക്കറിക്ക് പിന്നെ എന്നത്തിന് തക്കാളി രസത്തിന് ചിലപ്പോൾ എടുക്കും. പിന്നെ സാമ്പാർ വെച്ചാലായി, സാമ്പാർ വല്ലപ്പോഴൊക്കെ വെക്കാറുള്ളൂ. അപ്പോൾ പിന്നെ അതിനൊക്കെ മാത്രം തക്കാളി എടുക്കുന്നത്. പിന്നെ തക്കാളി കേടാവാതെ ഇരിക്കുകയും ചെയ്യും എന്നോർത്ത് ഞാൻ തീർക്കാൻ വേണ്ടി കടലക്കറിയിലും കൂടെ അങ്ങ് തക്കാളി ഇടുക. അങ്ങനെ അതെല്ലാം ചേർത്ത് അടച്ച് വെച്ചിട്ടുണ്ട് കുക്കർ. ഇനിയിപ്പോൾ ബാക്കി പാത്രങ്ങളെല്ലാം ഇരിപ്പുണ്ട്, തലേ ദിവസം കഴുകി വെച്ചതല്ല. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി പെറുക്കി വെക്കുക. ഇനിയിപ്പോൾ നേരെ നമുക്ക് പുട്ടുപൊടി. അപ്പോൾ ഞാൻ പുട്ട് ആദ്യമായിട്ടുണ്ട് നമ്മുടെ ഈ സാധാ പുട്ടുപൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ പ്രാവശ്യവും നമ്മുടെ ഡബിൾ ഹോൾസിൻ്റെയൊക്കെ ഒരു തരുതരാന്നുള്ളൊരു പുട്ടുപൊടി ഉണ്ടല്ലോ, അത് എത്ര വെള്ളം എടുക്കുന്നോ എത്ര പൊടി എടുക്കുന്നോ ആ സെയിം അളവിൽ തന്നെ വെള്ളവും ചേർത്ത് നേരെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ടിരിക്കും. ഒന്ന് ഇളക്കി ഒന്നുകൂടെ അത് കഴിയുമ്പോൾ എടുത്താലേ. അപ്പം ഞാൻ ആ ഒരു പുട്ടുപൊടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ പൊടി പുട്ടുപൊടി തന്നെയാണോ എന്നും എനിക്കൊരു ഡൗട്ട്. അതാ ഞാൻ പിന്നെയും എടുത്ത് നോക്കിയത്. നോർമൽ പുട്ടുപൊടിക്ക് തരുതരാന്ന് അതിനകത്ത് ഇങ്ങനെ കാണുമല്ലോ, നമ്മുടെ സാധാ അരിപ്പൊടിയാണേലുവേ. അപ്പം ഇതിൽ പുട്ടുപൊടി എന്നൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല, റൈസ് ഫ്ലോറിന് മാത്രം എഴുതി. എല്ലാത്തിനും പറ്റുമായിരിക്കും എന്നൊരു പ്രതീക്ഷയല്ല ഞാൻ തലേ ദിവസം തന്നെ പുട്ട് ഉണ്ടാക്കാം, പുട്ടും കടലക്കറി ആക്കാമെന്ന് ഓർത്തത് കേട്ടോ. അപ്പം എന്നാണേലും ഞാൻ കുറച്ചെടുത്ത് അങ്ങ് ഇട്ടു. അളവോ കാര്യമൊന്നും അറിയത്തില്ല. അങ്ങനെ ചൂടുവെള്ളവും അതിന് വെച്ചിട്ടുണ്ടായിരുന്നേ. ചൂടുവെള്ളത്തിലല്ലേ നമ്മൾ കുഴയ്ക്കുന്നത്. അപ്പോൾ അതും എടുത്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്നും എടുക്കുമ്പോൾ ഓരോന്ന് അടുത്ത സാധനം ഇൻഡക്ഷനിലോട്ട് കയറ്റുന്നുണ്ട് കേട്ടോ. ഈ ഇൻഡക്ഷൻ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഓർക്കിശ്വരി ഇതില്ലായിരുന്നു ഞാൻ എന്നാ ചെയ്തേനെന്ന്. എല്ലാത്തിനും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാൻ ആശ്രയിക്കുന്ന കുക്കിങ്ങിന് ഇൻഡക്ഷനാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ പറ്റുന്ന പാത്രങ്ങളെല്ലാം ഞാൻ ഇവിടുത്തെ തന്നെ വെക്കും കേട്ടോ മാക്സിമം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഈ പുട്ട് എനിക്ക് നനയ്ക്കാനും അതുകൊണ്ട് തന്നെ അറിയത്തില്ല കേട്ടോ. കാരണം മറ്റേതെന്ന് പറഞ്ഞാൽ നേരെ മിക്സ് ചെയ്ത് അങ്ങ് വെച്ചാൽ മതി. എന്നിട്ട് ഒരു 10-20 മിനിറ്റിന് ശേഷം നമ്മൾ ഇളക്കി ഒന്നുകൂടെ എടുക്കുമ്പോൾ നല്ലതായിട്ടിരിക്കും. കൂടുതൽ ഇങ്ങനെ നമ്മൾ പുട്ടിനെ കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ലേ. അപ്പം ഇത് ഞാൻ ആദ്യമേ അതുകൊണ്ട് സ്പൂൺ ഇട്ടൊന്ന് കുഴച്ചു. അപ്പോഴത്തേനും ഇങ്ങനെ കട്ടി അങ്ങനെ എന്താ മനസ്സിലാവും, ഒരു ബോളായിട്ട് ഇങ്ങനെ പുട്ടിനകത്ത് വേണമല്ലോ, ഇങ്ങനെ ചെറിയ ഇതായിട്ട്. അപ്പം അങ്ങനെ കിട്ടാനുകൊണ്ട് ചൂടാണേലും ഞാൻ എന്നാ ചെയ്ത് കൈ വെച്ച് തന്നെ അങ്ങ് കുഴയ്ക്കാമെന്ന് ഓർത്തു കേട്ടോ. അങ്ങനെ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴച്ച് വന്നപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നി. അപ്പം അത് കുഴച്ചെടുത്തു. ഇനിയിപ്പം ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ തേങ്ങ ഞാൻ തലേ ദിവസം തന്നെ ചിരണ്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് രാവിലെ നേരെ എടുത്തങ്ങിട്ടാൽ മതി. ഒരു തേങ്ങ പൊട്ടിക്കുമ്പോഴത്തേനും ഒക്കെ ഞാൻ മാക്സിമം പറ്റാവുന്ന അത്ര ഇരുന്നങ്ങ് ചിരണ്ടി വെക്കും. അപ്പോൾ തേങ്ങയുടെ ഒരു നാര കേട്ടോ, തലമുടിയൊന്നും അല്ലേ. അപ്പം പറ്റാവുന്ന അത്രയും ചിരണ്ടി ഫ്രീസറിലോട്ടാക്കി വെക്കും. കുറച്ച് ദിവസത്തേന് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീസറിലും, അല്ലെങ്കിൽ ബാക്കി കുറച്ചുണ്ടെങ്കിൽ താഴെ നാളത്തേനൊക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കണം എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ താഴെയും വെക്കും കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ നേരെ ഞാൻ പുട്ട് അങ്ങ് പാത്രത്തിനകത്തോട്ടാക്കി വെച്ചു. ഇപ്പോഴും എനിക്ക് മനസ്സിൽ ഇത് പുട്ട് നല്ലപോലെ ആയി കിട്ടുമോ, അതായത് കുഴച്ച് വന്നപ്പോൾ ഓക്കെ ഒരു പ്രതീക്ഷയുണ്ട്, എന്നാലും നന്നായിട്ട് കിട്ടുമോ. അതോ ഒരിക്കൽ ഞാൻ ഇതേ പൊടി വെച്ചിട്ട് കോഴിക്കട്ട ഉണ്ടാക്കിയപ്പോഴത്തേനും കല്ല് പോലെ ഇരുന്നത്. ചൂടുവെള്ളത്തിൽ കുഴക്കാനിട്ടാണ് അന്നങ്ങനെ സംഭവിച്ചത്. എന്നാലും ആ ഒരു ഉരിലാണ് ഞാൻ വെച്ചത്. ഇനി ഇവർ കഴിക്കാൻ ചോദിക്കുമ്പോൾ എന്നാ കൊടുക്കും തേമി ഇതായില്ലേലും എന്നൊക്കെ ഉള്ള ടെൻഷനിലാണ് അടുപ്പയിലോട്ട് വെച്ചത്. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ നമ്മുടെ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള ശകലം തേങ്ങ വറുത്ത് എടുക്കാമെന്ന് ഓർത്തേ. വറുത്ത തേങ്ങ തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അത് മറ്റേ തേങ്ങ പുട്ടിന് ചിരണ്ടിയേക്കുന്നതിൽ നിന്ന് കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു. അപ്പം ആ തേങ്ങയെക്കൂട്ട് കുറച്ചിട്ട് അതങ്ങ് വറുത്തെടുക്കാമെന്ന് ഓർത്തു. ഞങ്ങൾക്ക് 2 പേർക്കും ഇവിടെ തേങ്ങ വറുത്ത് ചേർത്ത് അരച്ചെടുക്കുന്ന കടലക്കറി കേട്ടോ ഇഷ്ടം. ഞങ്ങൾക്ക് രണ്ടെന്ന് പറഞ്ഞാൽ ആദ്യക്കൂട്ടന് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല, ഞാൻ അങ്ങനെ കഴിപ്പിക്കുക. അപ്പം ഞങ്ങൾക്ക് ഇതാകട്ടോ ഇഷ്ടം. അതുകൊണ്ട് എന്നോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരച്ചിട്ടുള്ള കടലക്കറി മതി, തേങ്ങ അരച്ച കടലക്കറി മതി എന്ന്. അപ്പം ഈ ചിലരൊക്കെ പച്ചതേങ്ങ പൊടിയൊക്കെ കടലക്കറിയിൽ ഇങ്ങനെ കലക്കി ഒഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ തേങ്ങ അരച്ച് ചേർത്ത് നോക്കിയിട്ടുണ്ട് പച്ചയ്ക്ക്. അതെനിക്കൊരു ഇത്ര ഒരു ടേസ്റ്റ് കിട്ടിയില്ല, ഒത്തില്ല കേട്ടോ. ഒരു കളർ വ്യത്യാസവും ഒക്കെ വരുവേ. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യം ഇപ്പം ഇങ്ങനെ ചെയ്യാറുള്ളൂ. പിന്നെ നേരത്തെയൊക്കെ ഞാൻ അല്ലാതെയും ചേർക്കുമായിരുന്നു, മീൻസ് തേങ്ങ ചേർക്കാതെ ചുമ്മാ പൊടി ചേർത്ത്. അപ്പം അതിന് ഇത്ര ഒരു രുചിയില്ല. എവിടെ ചായ കുറച്ച്
ചെക്കൻ്റെ കാര്യം ഞാൻ പോയി അതെല്ലാം ആദ്യകൂട്ടന് ഞാൻ കുറച്ച് ചായ രാവിലത്തെ കൊടുത്തത് വെച്ചോണ്ടിരുന്നിരുന്നിരുന്ന് അവസാനത്തെ തട്ടിമറിച്ചിട്ടത് കേട്ടോ. അത് ഞാൻ തുടയ്ക്കുന്ന സീനാണ് ഇത്. എനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നെ എന്നെ ചെയ്യാനാ, ആദ്യമേ ഒന്ന് ദേഷ്യപ്പെട്ടു, പിന്നെ ആ മുഖം കാണുമ്പോൾ അങ്ങ് പാവം തോന്നും. പിന്നെ എന്നെ പറയാനാ, കുറച്ചുകൂടെ ചായ എൻ്റേത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതേക്കോട്ട് അങ്ങ് കൊടുത്തു. എനിക്ക് ചായ ഇനി വേടേ, എനിക്ക് ഇഷ്ടമായിരുന്നേ എന്നും പറഞ്ഞുകൊണ്ടാ കരയുന്നത്. ഞാൻ വഴക്ക് പറയാതിരിക്കാനുള്ള അടവാ കേട്ടോ. ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേനും പോയല്ലോ എന്നോർത്ത് ഞാനൊന്നും പറയത്തില്ലെന്നോർത്താണ്. അങ്ങനെ എന്തായാലും ഞാൻ പിന്നെ അതെല്ലാം ഒന്ന് തുടച്ച്, പിന്നെ കുറച്ച് പച്ചവെള്ളവും കൂടെ വെച്ചൊന്ന് തുടച്ച് കേട്ടോ, അല്ലെ പിന്നെ സ്മെല്ലായിരിക്കുമല്ലോ. അത് കഴിഞ്ഞതേ ഞാൻ ചെന്നൊന്ന് സമാധാനിപ്പിക്കുക. അപ്പോഴത്തേനും ഇവൻ ഇന്ന് പല്ലിനും വായിക്കും ഒക്കെ ഒരു വേദന, രാവിലെ ഏറ്റപ്പോൾ തൊട്ട് ചെറിയൊരു ചൂടും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പല്ല് വേദനയുണ്ട്, പല്ലിന് കേടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു സീനിലിരിക്കും ആദ്യകൂട്ടന്. അപ്പം പല്ലുവേദന വരുമ്പോൾ നോർമലി ചെറുതായിട്ട് നമുക്ക് ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചറും കൂടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതായിരിക്കും എന്നൊരു സമാധാനത്തിരിക്കും. അല്ലാണ്ട് എനിക്ക് ഇനി പനിയോ ജലദോഷമോ ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണോ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം മരുന്ന് കുടിക്കത്തില്ല. അപ്പോഴേ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് കേട്ടോ, അപ്പോൾ കുഴപ്പമില്ല. അത് എനിക്കൊരു പകുതി സമാധാനമായി. അല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും എന്നാ കൊടുക്കുമെന്നൊരു ടെൻഷൻ ഞാൻ നിൽക്കുമായിരുന്നു. ആ പുട്ട് തന്നെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അരിപ്പൊടി പുട്ടിനുള്ള പൊടി തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നേ. അപ്പം അങ്ങനെ പുട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ ഞാൻ കടലക്കറിക്കൂടെ കടുക് വറുക്കാൻ പോവുക കേട്ടോ. അപ്പം ആദ്യക്കുട്ടന് എന്താണ് പനി വന്നാൽ ആദ്യം മരുന്ന് കുടിക്കത്തില്ല. അതാട്ടോ എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിലൊരു ടെൻഷൻ പിടിച്ച കാര്യമാണ്. അത് കുഞ്ഞിലെ തൊട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. തീരെ പൊടിയായിരുന്നപ്പോൾ നമുക്ക് എന്നെ ചെയ്യാൻ പറ്റും, മരുന്നല്ലാതെ ഗുളികയോ ഒന്നും കൊടുക്കാനും പറ്റത്തില്ല. മരുന്ന് കുടിക്കാതെ അസുഖം കുറയുമോ? ഭയങ്കരമായിട്ട് ഞാൻ ടെൻഷൻ അടിച്ചിട്ടുള്ളൊരു കാര്യമാണിത്. ഇവനെ എങ്ങനെ കൊടുത്തെന്ന് പറഞ്ഞാലും അവൻ്റെ കുഴപ്പമല്ല, അവൻ തിരിച്ച് വോമിറ്റ് ചെയ്ത് പോകും. പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു ജ്യൂസിൽ കൊടുത്തു നോക്കാൻ. ഇപ്പോൾ ജ്യൂസിൽ കൊടുത്താലും അവൻ ആദ്യമേ ഒന്നും പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ കുറച്ച് ജ്യൂസിലൊക്കെ കൊടുത്താൽ കുറച്ചൊക്കെ കുടിക്കുകയും ചെയ്യും. പിന്നെ ഇനിയിപ്പം പനിക്കൊക്കെ ആണെങ്കിലും നമ്മുടെ പാരസെറ്റാമോളിൻ്റെ ഗുളിക കൊടുക്കാമെന്ന് ഇന്നാൾ ഒരു പ്രാവശ്യം ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഇതുപോലെ തീരെ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു ചെറിയ പീസാക്കിയിട്ട് കൊടുക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല, പക്ഷേ ഇവർക്ക് തൊണ്ടയിൽ ഇറക്കാനായിട്ട് അറിയാമോ എന്നൊക്കെ ഉള്ളൊരു പേടി കൊണ്ടാണ് ഡോക്ടർമാർ അങ്ങനെ പറയുന്നത്. അപ്പോൾ ചെറിയ ഇവരൊട്ടും പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ചെറിയ പീസാക്കി എങ്ങനെയാലും എന്നാൽ കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു സമാധാനത്തിൽ ഇപ്പം ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്നാണെങ്കിലും ഇന്നിപ്പോൾ നല്ല പല്ലുവേദന തുടങ്ങിയിട്ടുണ്ട്. പല്ലിന് ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി അകത്ത് 1-2 പല്ലിനൊക്കെ കേടുണ്ട്. അപ്പം അത് ഇന്നാളൊക്കെ അടപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് പോയി കേട്ടോ. കട്ടിയുള്ള സാധനങ്ങൾ കടിക്കുമ്പോഴത്തേനും അത് പോകും, അടന്നു പോകും. അപ്പം അതിൻ്റെ ബാക്കി പത്രമായിട്ടാണെന്ന് തോന്നുന്നു കുഞ്ഞിന് പല്ലിന് വേദന തുടങ്ങിയിട്ടുണ്ട്, ചെറിയ ബോഡി ടെമ്പറേച്ചറും ഉണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കുക. അതുകൊണ്ടായിട്ട് ഇന്ന് സ്കൂളിലും വിടാഞ്ഞത്. അപ്പം അതേണ്ട ഇനിയിപ്പം നേരെ ഞാൻ ഉച്ചക്കത്തേനുള്ള പരിപാടിക്ക് പോവുകയാണ്. അപ്പം ചിക്കൻ കറി വെക്കാമെന്നോർത്ത് പൊടി വറക്കാനായിട്ട് എടുത്തപ്പോൾ പൊടിയില്ല, പാത്രത്തിലെല്ലാം തീർന്നിരിക്കുക. ഇതെല്ലാം റീഫില്ല് ചെയ്ത് വെക്കുന്നത് എനിക്ക് ഏറ്റവും അടുപ്പുള്ളൊരു കാര്യമാണ്. എന്നാലും അതെല്ലാം ചെയ്തിട്ട് വേണ്ട കുറച്ച് മല്ലിപ്പൊടി ആയിട്ട് ഞാൻ കൂടുതലെടുക്കുന്നത്. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു തോന്നല്ലേ. ചിക്കൻ കറി ഞങ്ങൾക്കിവിടെ മെയിനായിട്ടുള്ളൊരു സാധനമാണ് ചിക്കൻ. നമ്മളിവിടെ ഫിഷ് വാങ്ങാറില്ല എന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നോട് പലരും ചോദിച്ചു കേട്ടോ, മെസ്സേജ് അയച്ച് ചോദിച്ചു. നമ്മളിവിടെ ഫിഷ് വാങ്ങാറില്ല കേട്ടോ, ഇവിടുത്തെ അത്ര കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും കഴിച്ചിട്ട് അവർക്ക് വോമിറ്റിങ്ങോ എന്തൊക്കെയോ വന്നെന്നൊക്കെ കേട്ടാൽ പിന്നെ ഒട്ടും വാങ്ങാതായി. അതിന് മുന്നേ നമ്മൾ ഈ ഫിഷും കക്ക ഇറച്ചിയൊക്കെ നമ്മൾ മേടിക്കുന്നതായിരുന്നു. ഈ വീട്ടിലോട്ട് വന്നാൽ പിന്നെ നമ്മൾ അധികം അങ്ങനെ മീനൊന്നും വാങ്ങാറില്ല. 1-2 പ്രാവശ്യം അയല വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞ് നമ്മുടെ നെത്തോലി പോലത്തെ ഒരു മീനും മേടിച്ചിട്ടുണ്ട്. പിന്നെ എന്നാണ് നമ്മുടെ ഈ വളർത്തു മീനുണ്ടല്ലോ, അതാ ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതും ഒരു 1-2 വട്ടമൊക്കെ മേടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ. അല്ലാതെ നമ്മൾ എപ്പോഴും തന്നെ നമുക്കിവിടെ ചിക്കൻ ആയിരിക്കുമേ കാണും. അപ്പോൾ നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചാലും കൂടുതലും ചിക്കൻ ഐറ്റം ഒക്കെയാണ് കഴിക്കുന്നത്. പിന്നെ ഫിഷിൻ്റെ ഐറ്റം നമ്മുടെ ഇവിടെ കേരള കടകളൊക്കെ ഉണ്ട്, അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഭയങ്കര റേറ്റ് ആട്ടോ. റേറ്റ് എന്ന് പറഞ്ഞാൽ അപാര റേറ്റ് ആട്ടോ ഫിഷിൻ്റെ ഐറ്റത്തിനൊക്കെ. ഇവിടെ കുഞ്ഞു കഷ്ണ മീനൊക്കെ കാണത്തുള്ളൂ. അതിൻ്റെ ഒരു മപ്പാസൊക്കെ മേടിക്കുമ്പോഴത്തേനും 1000-1500 രൂപ വിലയാണ്. അത്രയും വില ഇവിടെ മീനിന്. അതിപ്പോൾ ഏതാ മീൻ കഴിക്കാത്തതാണെന്ന് നമ്മൾ ഓർത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കഴിക്കും. പിന്നെ ഒരു കൊതി തോന്നുന്ന സമയത്ത് എന്നാലും നമുക്ക് നാടിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ. വീട്ടിലൊക്കെ വിളിക്കുമ്പോഴത്തേനും മീൻ കറിയാ എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് മീൻ കഴിക്കാനായിട്ടുള്ള ഒരു കൊതി അങ്ങ് വരും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ ചെല്ലുമ്പോൾ കഴിക്കാം എന്നൊക്കെ ഓർക്കും. പിന്നെ അങ്ങനെയൊക്കെ കേട്ട് ചില സമയം തീരെ നമുക്ക് കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടുമ്പോഴാണ് നമ്മൾ ഇതുപോലെ പുറത്ത് പോയി കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും തന്നെ ഞാൻ ചിക്കൻ ഒന്ന് വറക്കാൻ വേണ്ടിയിട്ട് ഇടുക കേട്ടോ. പിന്നെ ചിക്കൻ കറിയാണ്. അപ്പോൾ എൻ്റെ ഡെയിലി ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള കറി അത് തന്നെയാണ്.
അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് വിശന്നപ്പോഴത്തേനും കുറച്ച് മ്യൂസ്ലി കഴിക്കാമെന്ന് ഓർത്തു. പുട്ടും കടലക്കറിയൊക്കെ കഴിച്ചതാണ്, എന്നാലും ഇച്ചിരി മ്യൂസ്ലി കഴിക്കാമെന്ന് ഓർത്തു. പിന്നെ ആദ്യക്കുട്ടനും കൊടുക്കാമെന്ന് ഓർത്തു ഇതിൽ നിന്ന് ശകലം. ഇത്രയൊക്കെ മതി കേട്ടോ, ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ. ആദ്യക്ക് 1-2 സ്പൂണൊക്കെ മതി. അപ്പോൾ അവന് പറഞ്ഞ പോലെ പല്ലിന് വേദന ആയതുകൊണ്ട് ഒന്നും ചവച്ചരച്ച് കഴിക്കാനും ഒക്കെ ഭയങ്കര പാടാണ്. അപ്പം ഇതുപോലെ എന്തെങ്കിലും കൊടുക്കാമെന്ന് ഓർത്ത് ഞാനും ആരെയും കൂടെ കഴിക്കാമെന്ന് ഓർത്ത് എടുത്താൽ കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ, ഞങ്ങൾ 2 പേരും ഇവിടെ ഇരുന്ന് അങ്ങനെ ഒരു പാത്രത്തിൽ നിന്നൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മ്യൂസ്ലി എടുത്തിട്ട് അവിടെ തണുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും എൻ്റെ ചിക്കനെല്ലാം അവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പിറക്കിയിട്ട് പാത്രത്തിലോട്ട് മാറ്റി. ഇതാണെങ്കിൽ കുറച്ച് നേരം എടുക്കത്തുള്ളൂ കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കണേ. പിന്നെ ഞാൻ താലം പോലെ പൊക്കിക്കൊണ്ട് പോയത് ഈ സാധനമൊക്കെ ഇട്ടപ്പം നമുക്കിന്ന് ചിക്കൻ കറിയും പിന്നെ നമ്മുടെ കിഴങ്ങ് മെഴുക്ക് വരട്ടിയും പിന്നെ എന്താണ് ചിക്കൻ കറിക്കുള്ള സവാള ഇട്ടത്. അപ്പോൾ കിഴങ്ങ് മെഴുക്ക് വരട്ടിയും ചിക്കൻ കറിയും വെക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് നമ്മുടെ പീലർ വെച്ച് അരിയാൻ വലിയ ഇഷ്ടം കേട്ടോ. അതുകൊണ്ടും കൂടെയാണ് ഇന്ന് കിഴങ്ങ് മെഴുക്ക് വരട്ടി ആക്കാമെന്ന് ഓർത്ത്. ആദ്യമേ ഞാനൊന്ന് ചെറുപയറോ വൻപയറോ വല്ലതും തോരനാക്കാമെന്ന് കരുതിയെങ്കിലും പിന്നെ ഞാൻ ഓർത്തു ഇത് വെച്ചൊന്ന് ഇതാക്കാമല്ലോ. എനിക്ക് ഭയങ്കര എന്തോ ഒരു രസം, ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഇത് കിട്ടിയ പിന്നെ ഇങ്ങനത്തെയൊക്കെ ചെയ്യാൻ. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കിഴങ്ങ് എടുക്കുന്ന കാര്യം ഏറ്റവും ഇഷ്ടമില്ലാത്ത ഇങ്ങനെ തൊലി ചിരണ്ടുന്നത്. ക്യാരറ്റ്, കിഴങ്ങ്, അതിൻ്റെയൊക്കെ ഇങ്ങനെ തൊലി കത്തി വെച്ച് ഇങ്ങനെ ചുരണ്ടി ഭയങ്കര പാടാണ്. കുറേ നേരം അതും പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ദേഷ്യം വരുമ്പോൾ ചെയ്ത് മടുക്കുമ്പോഴത്തേനും ഇങ്ങനെ കത്തി വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് പീൽ ചെയ്ത് ഇങ്ങനെ കളയാൻ നോക്കുക. അപ്പോഴത്തേന് കൂടുതൽ അതിൻ്റെ ദേശം അങ്ങ് പോകും. ഇത് പക്ഷെ അങ്ങനെ പോകത്തില്ല. അതിന് ഒരു പരിധി വിട്ട് അതിൽ കൂടുതൽ ദേശം ഇതിൻ്റെ കയറത്തില്ല, നല്ല ഭാഗം പോകത്തില്ല, തൊലി മാത്രമേ പോകത്തുള്ളൂ. അപ്പം നേരത്തെ ഞാൻ ഓർത്തോണ്ടിരുന്നത് ഇതിങ്ങനെ കൂടുതലായിട്ട് പോകുമെന്നൊക്കെ ഓർത്തോണ്ടിരുന്നിട്ടാണ് ഈ പീലർ മേടിക്കാതിരുന്നത്. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പീലർ മേടിച്ച് അപ്പം മനസ്സിലായി സംഭവം കൊള്ളാമെന്ന് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിന് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ വേണ്ട ഉച്ചയായപ്പോഴത്തേനും പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉച്ചയായപ്പോഴത്തേനും ഞങ്ങൾ ചിക്കൻ കറിയും കിഴങ്ങ് മെഴുക്കുവരട്ടിയൊക്കെ കൂട്ടി ആദ്യക്കുട്ടൻ ഞാനൊന്ന് ചോറ് നന്നായിട്ട് ഞെരടി എടുത്ത് കൊടുക്കാൻ. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ കഴിക്കുന്നത് ആരും ഓർക്കല്ലോ കേട്ടോ. ഒന്നും ഞാൻ എന്തോ എടുത്താലും പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവന്നാലും എന്തോ ചെയ്താലും ഞാൻ ആദ്യം ഒരു കഴിച്ചിട്ട് ഞാൻ ഇച്ചിരി കളയുകയും ചെയ്യും. ഞാനൊരു കുറച്ച് കഴിച്ചിട്ടേ ആദ്യക്കുട്ടിന് കൊടുക്കത്തുള്ളൂ കേട്ടോ. കാരണം ഇങ്ങനെ പറയുമല്ലോ, ഇങ്ങനെ കൊതി കിട്ടുക അങ്ങനത്തെയൊക്കെ എനിക്ക് വിശ്വാസമുള്ള കേട്ടോ. എനിക്ക് പേടിയാണ്. നമുക്ക് കിട്ടിയാലും കുഴപ്പമില്ലല്ലോ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര ടെൻഷനാണല്ലോ. അപ്പം ഞാനതുകൊണ്ട് ആദ്യമേ തന്നെ എന്തോ ഫുഡ് ഉണ്ടാക്കിയാലോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആദ്യക്കുട്ടിന് കൊടുക്കത്തുള്ളൂ കേട്ടോ. അപ്പം അതേൻ്റെ ആദ്യക്കുട്ടനും ഫുഡൊക്കെ കൊടുത്തു. അപ്പോഴത്തേനും ആദ്യക്കുട്ടനും നന്നായിട്ട് പല്ല് വേദനിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ നന്നായിട്ട് ഞെരടിയാണ് കൊടുക്കുന്നത്. കുഞ്ഞിനെ ചിക്കനും ഒന്നും കൊണ്ട് ശരിക്കും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കിഴങ്ങ് മെഴുക്കുവരട്ടി മാത്രം ഉടച്ചൊക്കെ അവന് കൊടുത്തേ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരത്തെ വീഡിയോ ആണ് ഇത്. അപ്പോഴത്തേക്കും ഞാൻ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ആദ്യക്കുട്ടൻ ഇവിടെ കിടന്ന് നല്ല ഉറക്കം കേട്ടോ. ഞാൻ പിന്നെ വിളിക്കാൻ നിന്നില്ല, വിളക്കിൻ്റെ മുന്നിലാണ് കിടക്കുന്നത്. എന്നാലും സാരമില്ല, കുഞ്ഞിന് വേദന സഹിക്കാൻ മേല കേട്ടോ. അപ്പോഴത്തേനും എനിക്കും ഭയങ്കര സങ്കടം, ടെൻഷൻ. നമ്മൾ എന്നെ ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും മരുന്നും കഴിക്കത്തില്ല. അങ്ങനെ ഓർത്ത് ഞാൻ ചുറ്റും പിടിച്ചിങ്ങനെ നടക്കും ആദ്യക്കുട്ടൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ കാണാമേ. ബൈ.